കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ കാണാ തിരുമുറിവുകളിൽ തൂവും കുളിരമതായി തിരുമുറിവുകളിൽ തൂവും കുളിരമതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാല ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടുന്നു സ്നേഹദേവദൂരികേ വരൂ നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ. നല്ലൊരു ചിന്ത. ഞാൻ നിലം ഉഴുത് വിത്ത് വിതച്ച് കറ്റ കൊയ്തു കൂട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് കഴിക്കുക എന്ന് കർഷകൻ അഹങ്കാരത്തോടെ എന്നും ചോദിക്കും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽ തകർന്നു. നന്നാക്കാൻ വർക്ക്ഷോപ്പുകാരൻ അടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ പൊങ്ങച്ചം നിർത്താതെ ഞാൻ വണ്ടി നന്നാക്കില്ല. അപ്പോൾ മുതൽ കർഷകൻ പറയാൻ തുടങ്ങി, വർക്ക്ഷോപ്പുകാരൻ ഒഴികെ ബാക്കി എല്ലാവരും എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കീറിപ്പോയ ഷൂ നന്നാക്കാൻ ചെരുപ്പുകുത്തിയുടെ അടുത്തെത്തിയപ്പോൾ അയാളും അഹങ്കാരം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കർഷകൻ പറഞ്ഞു, വർക്ക്ഷോപ്പുകാരനും ചെരുപ്പുകുത്തിയും ഒഴികെ എല്ലാവരും എന്നെ ആശ്രയിക്കുന്നു. പിന്നീട് ഓരോ ആവശ്യത്തിനായി മരപ്പണിക്കാരനെയും തയ്യൽക്കാരനെയും മില്ലുടമയെയും ഇറച്ചി വിൽപ്പനക്കാരനെയും കണ്ടപ്പോൾ അവരും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഇപ്പോൾ കർഷകൻ പറയുന്നു, എല്ലാവരും കർഷകരെ ആശ്രയിക്കുന്നു, അതുപോലെ കർഷകരും എല്ലാവരെയും ആശ്രയിക്കുന്നു. സ്വയം പര്യാപ്തതയുടെ പരിപൂർണതയിൽ വാഴുന്ന ആരുമില്ല. മറ്റു പലരും ഉള്ളതുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ ഇടത്തിൽ സ്വതന്ത്രമായി വാഴുന്നത്. പലതും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അദൃശ്യമായ കണ്ണികൾ കൊണ്ടാണെന്ന് മാത്രം. അപ്രത്യക്ഷമാകുമ്പോൾ മാത്രമാണ് അവയുടെ പ്രാധാന്യം മനസ്സിലാകുക. ഒരു സൂപ്പർ സ്റ്റാറും സ്വന്തം കഴിവുകൊണ്ട് മാത്രം രൂപം കൊണ്ടതല്ല. നിലമൊരുക്കിയവരും വെള്ളമൊഴിച്ചവരും പാകത്തിന് വളമിട്ടവരും ശിഖരങ്ങൾ വെട്ടിയൊരുക്കിയവരുമെല്ലാം ആ യാത്രയിൽ പിന്നീട് അവഗണിക്കപ്പെടുന്ന നങ്കൂരങ്ങളാണ്. എല്ലാവരും എക്കാലത്തും ആരെയെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നുണ്ട്. ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും മറ്റാരിൽ നിന്നോ ലഭിച്ചതെങ്കിൽ പിന്നെ എന്ത് നേട്ടത്തെക്കുറിച്ചാണ് അഹങ്കരിക്കുന്നത്? ആരുടെയൊക്കെയോ തുടർച്ചയാണ് താനെന്നും തനിക്ക് ശേഷം എല്ലാം കൂടുതൽ ആർജവത്തോടെയും പുതുമയോടെയും തുടരുമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരാളും തൻ്റെ അനുപേക്ഷണീയതയെക്കുറിച്ച് അഹങ്കരിക്കില്ല. ആരുടെയും ആശ്രിതരല്ലാത്ത ആരുമില്ല.
ഒരു ഗുരുവും ശിഷ്യനും യാത്രയിലായിരുന്നു. അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ എതിരെ ഒരു നായ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരികയാണ്. അവരുടെ അടുത്തേക്ക് കുരച്ചുകൊണ്ട് വരുന്നത് കണ്ട് ശിഷ്യൻ പെട്ടെന്ന് ഒച്ചയുണ്ടാക്കി അതിനെ ഓടിക്കാൻ ആരംഭിക്കുകയാണ്. ശിഷ്യൻ ഈ നായയെ ചീത്ത പറയുകയും കല്ലെടുത്തെറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരു ഇതെല്ലാം കണ്ട് ശിഷ്യനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് ഈ നായ. കാരണം അതതിൻ്റെ സഹജ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. നായ ആളുകളെ നോക്കി തീർച്ചയായിട്ടും കുരയ്ക്കും, അതതിൻ്റെ സ്വഭാവമാണ്. കുരയ്ക്കുക എന്നുള്ളത് അതിൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേരെ കുരച്ചുകൊണ്ടുവരുന്നത്. പക്ഷെ നീയാണെങ്കിലോ യാത്രക്കിടയിൽ കണ്ട പലതിനെയും കാണാതിരിക്കുകയും കണ്ട പലതിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ഈ നായയെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ശിഷ്യൻ നിശബ്ദനായി കല്ലുകൾ താഴെയിട്ടു. നായ കുരച്ചുകൊണ്ട് കടന്നുപോയി. നമ്മൾ കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. കുറ്റങ്ങൾ മാത്രം തേടി പോകുമ്പോൾ നല്ലത് കാണാനുള്ള നമ്മുടെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. ഒരു ഗുരുവും ശിഷ്യനും യാത്രയിലായിരുന്നു. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലനെ കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അതുകഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. സ്വന്തം കഴിവിലും ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടു 200 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാജാവ് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്റെ കൊട്ടാരത്തിലേക്ക് തിരികെ പോകാൻ പോലും ആഗ്രഹിക്കില്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹം മുറിയിലേക്ക് കയറി വരുന്നു. നിങ്ങൾ ഒരു സ്വിച്ച് അമർത്തുന്നു. പെട്ടെന്ന് മുറി മുഴുവൻ വെളിച്ചം കൊണ്ട് നിറയുന്നു. രാജാവ് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു സ്വിച്ച് അമർത്തിയാൽ മതി വെളിച്ചം വരാൻ. പിന്നെ നിങ്ങൾ AC പ്രവർത്തിപ്പിക്കുന്നു. തണുത്ത കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ രാജാവ് ചോദിക്കും, ഒരു ജോലിക്കാരനും വേണ്ട, ഒരു വീശുപങ്കയും വേണ്ട, ഈ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? പിന്നെ നിങ്ങൾ ടാപ്പ് തുറക്കുന്നു, വെള്ളം ഒഴുകി വരുന്നു. അതിനുശേഷം മൊബൈൽ ഫോൺ എടുത്ത് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആളുമായും വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് രാജാവ് കുറച്ചുനേരം നിശബ്ദനാകുന്നു. പിന്നെ അദ്ദേഹം പറയും, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ യുദ്ധം ചെയ്തു, ഖജനാവുകൾ നിറച്ചു, ഒരു രാജ്യം ഭരിച്ചു. പക്ഷേ ഇതുപോലൊരു ജീവിതം എനിക്കൊരിക്കലും ലഭിച്ചിട്ടില്ല. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു രാജാവ് സ്വപ്നമായി കണ്ട ജീവിതമാണ് ഇന്ന് നമ്മൾ സാധാരണ ജീവിതമായി ജീവിക്കുന്നത്. ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമുക്ക് സന്തോഷക്കുറവുണ്ട്. നമ്മൾ പരാതികൾ പറയുന്നു. പ്രശ്നം സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിലല്ല, പ്രശ്നം നമ്മുടെ മനസ്സിലാണ്. ഒരിക്കൽ സ്വപ്നമായിരുന്ന ജീവിതമാണ് ഇന്ന് നമ്മുടേത്. പക്ഷേ സൗകര്യങ്ങൾ കൂടിയപ്പോൾ സന്തോഷം കൂടിയില്ല. നമുക്കുള്ളതിന്റെ വില മനസ്സിലാക്കി നന്ദിയോടെ ജീവിക്കാം. കാരണം സന്തോഷം സൗകര്യങ്ങളിലല്ല, സംതൃപ്തിയിലാണ്.
200 വർഷങ്ങൾ ല്ലോ ഉണ്ണി ചടിമറഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. കൊടിയുടുത്തല്ലോ ഉണ്ണി ചടിമറഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. കൊടിയു ഫ്രണ്ട്സ്, ഈ കഥ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.